ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓംനി അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് KSRൻ്റെ 22ാമത്തെ ക്ലാസ്സാണ്. ഓംനി അക്കാഡമിയുടെ എല്ലാ ക്ലാസ്സുകളും ഏറ്റവും പുതിയ ശമ്പള പരിഷ്കരണ ഉത്തരവനുസരിച്ചും KSRലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ചുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങളിലെ അപ്ഡേഷൻ ക്ലാസ് തയ്യാറാക്കിയ സമയത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ട്. ക്ലാസ്സുകൾ തയ്യാറാക്കി പോസ്റ്റ് ചെയ്ത ശേഷം അപ്ഡേഷൻ വന്നിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഓംനി അക്കാഡമിയുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്ക് പിന്നീട് ഇത് സംബന്ധിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാകാം. അതിനാൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ക്ലാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഏതു ക്ലാസ്സിലെ ഏത് പോർഷനിലാണ് ഈ അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇവ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. കൂടുതൽ കൃത്യമായി എക്സാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുക. അതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ KSR ക്ലാസ് നമ്പർ 3, 5 എന്നിവയിലാണ് LWA കുറിച്ച് നമ്മൾ പഠിച്ചത്. അന്ന് LWA കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരേ സമയം 4 മാസത്തിലധികമുള്ള LWA അനുവദിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ LWA അനുവദിക്കുന്നത് സംബന്ധിച്ച് ചില അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇത് പ്രകാരം 120 ദിവസം വരെയുള്ള LWA അനുവദിക്കാനുള്ള അധികാരം അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ട്. 180 ദിവസം വരെയുള്ള LWA അനുവദിക്കാനുള്ള അധികാരം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. 180 ദിവസത്തിൽ കൂടുതൽ കാലത്തേക്ക് LWA അനുവദിക്കണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 120 ദിവസം വരെയുള്ള LWA അനുവദിക്കുന്നതിനുള്ള അധികാരം അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്കാണ്. 180 ദിവസം വരെയുള്ള LWA അനുവദിക്കുവാനുള്ള അധികാരം അതാത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമാർക്കാണ്. 180 ദിവസത്തിൽ കൂടുതൽ കാലത്തേക്കുള്ള LWA അനുവദിക്കുന്നതിനുള്ള അധികാരം ഗവൺമെൻറ്റിനുമാണ്. GOP നമ്പർ 102/2017 ഫിൻ ഡേറ്റഡ് 7/8/2017 എന്ന ഉത്തരവ് പ്രകാരമാണ് ഈ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങളിൽ ഇതിന് ഇളവ് അനുവദിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകം ഓർക്കുക. 6 മാസത്തിൽ കൂടുതലുള്ള സസ്പെൻഷൻ പീരീഡ് LWA ആയി പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന കേസുകളിൽ 6 മാസത്തിൽ കൂടിയ കാലത്തേക്ക് LWA പാസ്സാക്കുന്നതിന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല. അതുപോലെ KSR അപ്പൻഡിക്സ് 12A 12C പ്രകാരം 6 മാസത്തിലധികം LWA അനുവദിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ അനുമതി ആവശ്യമില്ല. പകരം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റുമാർക്ക് ഇത് അനുവദിക്കാവുന്നതാണ്. ലെപ്രസി, ക്യാൻസർ, മെൻ്റൽ ഡിസീസ് എന്നിവയുടെ ചികിത്സയ്ക്കായി 6 മാസത്തിലധികമുള്ള LWA അനുവദിക്കുന്നതിനും സർക്കാർ അനുമതി ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 6 മാസത്തിലധികമുള്ള LWA ഗ്രാൻഡ് ചെയ്യുന്നതിന് സർക്കാരിനാണ് അധികാരമെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ അതിൽ ഇളവ് നൽകിയിട്ടുള്ള 3 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അതായത് 6 മാസത്തിലധികമുള്ള സസ്പെൻഷൻ പീരീഡ് LWA ആയി റെഗുലറൈസ് ചെയ്യുമ്പോൾ, അപ്പൻഡിക്സ് 12A 12C എന്നിവ പ്രകാരം 6 മാസത്തിലധികമുള്ള LWA എടുക്കുമ്പോഴും, ലെപ്രസി, ക്യാൻസർ, മെൻ്റൽ ഡിസീസസ് എന്നിവയുടെ ചികിത്സയ്ക്കായി 6 മാസത്തിലധികമുള്ള LWA ഗ്രാൻഡ് ചെയ്യുമ്പോഴും സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല. കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഇനി ഗവൺമെൻറ്റിന് മാത്രം ഗ്രാൻഡ് ചെയ്യാൻ അധികാരമുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക. 180 ദിവസത്തിൽ കൂടുതലുള്ള LWA ഗ്രാൻഡ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിനാണ് അധികാരമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പാർട്ട് ടൈം കണ്ടീജൻ്റ് ജീവനക്കാർക്ക് 3 മാസത്തിൽ കൂടുതൽ LWA അനുവദിക്കുന്നതിനും സ്റ്റഡി പർപ്പസിനായി അപ്പൻഡിക്സ് 12B പ്രകാരം LWA അനുവദിക്കുന്നതിനും സർക്കാരിന് മാത്രമാണ് അധികാരം എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് എക്സ്ഗ്രേഷ്യ അലവൻസിനെ കുറിച്ചാണ്. KSR ക്ലാസ് നമ്പർ 5ലാണ് നമ്മൾ ഇക്കാര്യം പഠിച്ചത്. അതായത്
LWAക്ക് സാധാരണഗതിയിൽ ശമ്പളം ലഭിക്കില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ലെപ്രസി, ക്യാൻസർ, മെൻ്റൽ ഡിസീസ് എന്നീ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി LWA അനുവദിക്കുമ്പോൾ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 35% എക്സ് ഗ്രേഷ്യ അലവൻസായി അനുവദിക്കുന്നതാണ്. 68,700 രൂപ വരെ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്കാണ് ഇത്തരത്തിൽ എക്സ് ഗ്രേഷ്യ അലവൻസ് അനുവദിക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ GOP നമ്പർ 79/2021 ഫിൻ ഡേറ്റഡ് 1/6/2021 എന്ന ഉത്തരവ് പ്രകാരം ശമ്പള പരിധി 68,700 എന്നത് 95,600 ആയി ഉയർത്തിയിട്ടുണ്ട്. ഇതിന് 2019 ജൂലൈ 1 മുതൽ പ്രാബല്യമുള്ളതിനാൽ 2019 ജൂലൈ 1 മുതൽ 95,600 രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്ക് അടിസ്ഥാന ശമ്പളത്തിൻ്റെ 35% എക്സ് ഗ്രേഷ്യ അലവൻസായി അനുവദിക്കും. ഇതോടൊപ്പം മിനിമം തുക 13,740 എന്നത് 19,210 മാക്സിമം തുക 24,045 എന്നത് 33,460 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരം ജീവനക്കാർക്ക് പരമാവധി 36 മാസവും താൽക്കാലിക ജീവനക്കാർക്ക് 18 മാസവുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പുതിയ ഉത്തരവ് പ്രകാരം എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കുന്നതിനുള്ള ശമ്പള പരിധി 95,600 രൂപയാണ്. എക്സ് ഗ്രേഷ്യ അലവൻസായി ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ തുക 19,210 ഏറ്റവും കൂടിയ തുക 33,460 രൂപയുമാണ്. അതുപോലെ എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കുന്നതിന് മിനിമം 1 വർഷത്തെ സർവീസ് പൂർത്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് ലീവുകളൊന്നും തന്നെ ക്രെഡിറ്റിൽ ഉണ്ടായിരിക്കാനും പാടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം പെറ്റേണിറ്റി ലീവിനെ കുറിച്ചാണ്. KSR ക്ലാസ് 6 പെറ്റേണിറ്റി ലീവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു ജീവനക്കാരൻ്റെ വൈഫിൻ്റെ പ്രസവത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് അനുവദിക്കുന്ന പെറ്റേണിറ്റി ലീവ് 15 ആണെന്നാണ് പറഞ്ഞത്. 11ാം പേ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾക്കനുസരിച്ചാണ് അന്ന് 15 ദിവസമെന്ന് പറഞ്ഞത്. എന്നാൽ പേ കമ്മീഷൻ്റെ പ്രസ്തുത ശുപാർശ സർക്കാർ അംഗീകരിക്കാത്തതിനാൽ നിലവിലുണ്ടായിരുന്ന പ്രകാരം ഒരു സമയം അനുവദിക്കപ്പെടുന്ന പെറ്റേണിറ്റി ലീവ് പരമാവധി 10 ദിവസം തന്നെയാണെന്നത് മനസ്സിലാക്കുക. ഇത് അതേ ക്ലാസ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും പലരും ഇത് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു ജീവനക്കാരൻ്റെ വൈഫിൻ്റെ പ്രസവത്തോടനുബന്ധിച്ച് ഒരു സമയം പരമാവധി 10 ദിവസം പെറ്റേണിറ്റി ലീവ് അനുവദിക്കും. ഇതിനായി പ്രസവം നടന്ന തീയതിയോ പ്രസവം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തീയതിയോ രേഖപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. പ്രസവത്തിന് 10 ദിവസം മുൻപോ പ്രസവം നടന്ന തീയതി മുതൽ 3 മാസത്തിനുള്ളിലോ പെറ്റേണിറ്റി ലീവ് എടുക്കാവുന്നതാണ്. 2 പ്രസവത്തിന് മാത്രമേ പെറ്റേണിറ്റി ലീവ് ലഭിക്കുകയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി പറയാനുള്ളത് സ്പെഷ്യൽ കാഷ്വൽ ലീവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. KSR ക്ലാസ് നമ്പർ 7 സ്പെഷ്യൽ കാഷ്വൽ ലീവിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കാഷ്വൽ ലീവിനെ കുറിച്ച് പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. GOP നമ്പർ 124/2017 ഫിൻ ഡേറ്റഡ് 22/9/2017 പ്രകാരം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും അനുബന്ധ ചികിത്സയ്ക്കുമായി പരമാവധി 90 ദിവസമാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവായി അനുവദിക്കുന്നത്. എന്നാൽ ഹാർട്ട് സർജറിക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവായി പരമാവധി 45 ദിവസവുമാണ് അനുവദിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയരാകുന്ന ഗവൺമെൻറ് ജീവനക്കാർക്ക് 30 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവാണ് അനുവദിക്കുന്നത് എന്നതും ഓർത്തിരിക്കുക. ജോയിനിങ് ഡേയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കടുത്ത് നോക്കേണ്ടത്. KSR ക്ലാസ് നമ്പർ 8 ഇക്കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ജോയിനിങ് ഡേയുമായി ബന്ധപ്പെട്ട് പരമാവധി പോയിന്റുകൾ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അതായത് ജോയിനിങ് ടൈം എന്നത് പ്രിപ്പറേഷൻ ടൈമും ജേർണി ടൈമും ചേർന്നതാണ്.
പ്രിപ്പറേഷൻ ടൈം എല്ലായ്പ്പോഴും 6 ദിവസമാണ്. ജേർണി ടൈം ദൂരം, യാത്ര, വാഹനം എന്നിവയെ അപേക്ഷിച്ച് വ്യത്യസ്തമാകാം. അത് വിശദമായ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ആവർത്തിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏൺ ലീവിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ലീവ് കാലത്തിനിടയ്ക്ക് സ്ഥലം മാറ്റിയാൽ ആ സ്ഥലം മാറ്റത്തെക്കുറിച്ച് അറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും ജോയിനിങ് ടൈം ലഭിക്കുന്നതാണ്. അതായത് ലീവ് കഴിഞ്ഞ് ജോയിനിങ് ടൈം കൂടെ എടുത്ത ശേഷം മാത്രം പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്താൽ മതി എന്നർത്ഥം. എന്നാൽ ഏൺ ലീവ് ഒഴികെ HPL, LWA തുടങ്ങി മറ്റേതൊരു ലീവായിരുന്നാലും പ്രസ്തുത ലീവ് കാലത്തിനിടയിൽ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന പക്ഷം ആ സ്ഥലം മാറ്റത്തെക്കുറിച്ച് യഥാസമയം അദ്ദേഹത്തിന് അറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ജോയിനിങ് ടൈം ലഭിക്കുന്നതല്ല. അതായത് ലീവ് അവസാനിക്കുന്നതിൻ്റെ അടുത്ത ദിവസം പുതിയ തസ്തികയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. എന്നാൽ സ്ഥലം മാറ്റത്തെക്കുറിച്ച് യഥാസമയം അറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ജോയിനിങ് ടൈം ലഭിക്കുന്നതാണ്. അതായത് ലീവ് അവസാനിച്ച ശേഷം ജോയിനിങ് ടൈം എടുത്ത ശേഷം മാത്രം പുതിയ തസ്തികയിൽ ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഒരാളെ സ്ഥലം മാറ്റിയാൽ മാത്രമേ ജോയിനിങ് ടൈം അനുവദിക്കുകയുള്ളൂ. എന്നാൽ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ പ്രിപ്പറേഷൻ ടൈം അനുവദിക്കുന്നതല്ല, പകരം ജേർണി ടൈം മാത്രമാണ് അനുവദിക്കുന്നത്. അതുപോലെ റിക്വസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ട്രാൻസ്ഫർ TA അനുവദിക്കുന്നതല്ല എന്നത് ശ്രദ്ധിക്കുക. KSR പാർട്ട് 1 റൂൾ നമ്പർ 127 ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ റൂൾ 136 പ്രകാരം എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത് കുറഞ്ഞത് 1 വർഷമെങ്കിലും ഡ്യൂട്ടി നിർവഹിച്ചിട്ടുള്ള പക്ഷം റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആയാലും TA ലഭിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ 1 വർഷം കണക്കാക്കുന്നത് ലീവ് ഡേയ്സ് ഒഴിവാക്കിയാണ് എന്നത് ശ്രദ്ധിക്കുക. ഇക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നിരവധി എക്സാംസിന് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീവ് ട്രാവൽ കൺസെഷൻ അഥവാ LTCയെ കുറിച്ചാണ്. 15 വർഷത്തെ സർവീസുള്ള ഉദ്യോഗസ്ഥർക്ക് കുടുംബസമേതം ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുന്നതിനുള്ള യാത്രാ ചിലവ് ഗവൺമെൻറ് നൽകുന്ന പദ്ധതിയാണിത്. GOP നമ്പർ 5/2013 ഫിൻ ഡേറ്റഡ് 2/1/2013 പ്രകാരമാണ് LTC അനുവദിക്കുന്നത്. 15 വർഷത്തെ തുടർച്ചയായ സർവീസുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, എയ്ഡഡ് സ്കൂൾ, എയ്ഡഡ് കോളേജ് സ്റ്റാഫുകൾ, ഫുൾ ടൈം കണ്ടീജൻറ്റ് എംപ്ലോയീസ് എന്നിവർക്ക് ഇന്ത്യയിലെ ഏത് സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്നതിനായി ഇരുഭാഗത്തേക്കും കൂടെ ആകെ 6500 കിലോമീറ്റർ ദൂരം കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതിനുള്ള യാത്രാ ചിലവ് ഇതിൻ്റെ ഭാഗമായി ലഭിക്കും. ഹസ്ബൻഡ്, വൈഫ്, അവിവാഹിതരായ മക്കൾ എന്നിവരാണ് കുടുംബാംഗങ്ങൾ എന്നതിൽ ഉൾപ്പെടുന്നത്. അവധി ദിവസങ്ങൾ ഉൾപ്പെടെ 15 ദിവസത്തെ ലീവ് ഇതിൻ്റെ ഭാഗമായി ലഭിക്കും. ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, റൂൾ 88 പ്രകാരമുള്ള LWA എന്നിവയിൽ ഏതെങ്കിലും ലീവ് അനുവദിക്കുന്നതാണ്. എന്നാൽ കാഷ്വൽ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവ്, മെഡിക്കൽ ലീവ് എന്നീ ലീവ് കാലയളവിൽ LTC അനുവദിക്കുന്നതല്ല. ഇതിനായി ആവശ്യമെങ്കിൽ യാത്രാ ചിലവിൻ്റെ 90% തുക അഡ്വാൻസായി അനുവദിക്കും. ഇങ്ങനെ അഡ്വാൻസ് വാങ്ങുകയാണെങ്കിൽ യാത്രയുടെ അവസാന തീയതി മുതൽ 1 മാസത്തിനകം ഫൈനൽ ബിൽ സമർപ്പിച്ചിരിക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം വാങ്ങിയ മുഴുവൻ തുകയും 18% പലിശ ഉൾപ്പെടെ തിരിച്ചു പിടിക്കുന്നതാണ്. അഡ്വാൻസ് വാങ്ങാത്ത കേസുകളിൽ മടക്കയാത്ര അവസാനിച്ച തീയതി മുതൽ 3 മാസത്തിനകം ഫൈനൽ ബിൽ സമർപ്പിക്കേണ്ടതാണ്. ക്ലെയിമിനോടൊപ്പം ഒറിജിനൽ യാത്രാ ടിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഒരു ജീവനക്കാരൻ്റെ സർവീസിൽ 1 പ്രാവശ്യം മാത്രമേ ഇത് അനുവദിക്കുകയുള്ളൂ. ഹസ്ബൻഡും വൈഫും ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിൽ അവരിൽ ഒരാൾക്ക് മാത്രമേ LTCക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആവർത്തിച്ച് കേട്ട് സംശയ നിവാരണം വരുത്തുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.